कुंज बिहारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी गोपी जन वल्लभ यशोदनंदन व्रज जन रंजन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी जय राधा कुंज बिहारी हरे कृष्णा 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 हरे हरे मा हरे रामा राम हरे हरे कृष्ण कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय कृष्ण बलराम कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय राधा श्याम सुंदर राधा श्याम सुंदर राधे जय गौरनिताय 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 जय गौरनिताय जय जय प्रभुपाद 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 जय जय गुरुदेव 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 नित्य गौर हरि बोल हरि बोल हरि बोल हरि बोल। कृष्ण बलराम की जय राधा श्याम सुंदर ललिता विशाखा देवी की जय गुरु निताई की जय पंचदत्त की जय षड्गो सर्विस की जय गुरु परंपरा की जय 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 श्री राधेश्याम। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः तस्मै श्रीगुरुवे नमः। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമി ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമിക ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യും നമാമിക ശ്രീ ശ്രീ നരസിംഹ ഭഗവാനി കീ ജയ് നരഹരി കീ ജയ് പ്രഹ്ലാദ് മഹാരാജ് കീ ജയ് ജയ 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 ശ്രീ രാധേശ്യാം. രാവിലത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൂപ്പുകൈ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമാണല്ലോ അല്ലേ? നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ, കാണല്ലേ നിൻപത മലർന്നിനയ്ക്കാത്ത നിർഭാഗ്യരേ ഞാൻ, ചേണാളും നിൻ കഥകൾ വെടിയും കാവ്യവും കേട്ടിടല്ല. മാനാതീതം മഹിമയെ നിഷേധിക്കുവോരേ മുകുന്ദ, ഞാൻ ഓർക്കല്ലേ മറവിയരുതേ നിന്നിൽ ജന്മങ്ങൾ തോറും. കാണല്ലേ നിൻപത മലർന്നെനിക്കാത്ത നിർഭാഗ്യരേ ഞാൻ. നമ്മൾ എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്? നിൻപദ മലർ നനയ്ക്കാത്ത നിർഭാഗ്യരെ ഞാൻ കാണാൻ പോലും ഇടയാവരുതേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും എത്ര സുഹൃത്തുക്കളാണെന്നറിയാമോ? ഇത്രയും അതിരാവിലെ എഴുന്നേറ്റിട്ട് ജപം എല്ലാം നടത്തി എല്ലാവരുടെയും പ്രഭാഷണങ്ങളൊക്കെ കേട്ട് രാവിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ സകലതും സമർപ്പിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ജന്മാന്തരങ്ങളിലും നിങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ഒരു പുണ്യം ചെയ്ത ആത്മാക്കളാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നതുള്ളത്. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കണം. എനിക്കൊരിക്കലും നിൻപതർ മലർ നനയ്ക്കാത്ത നിർഭാഗ്യരെ ഞാന്
കാണാൻ ഒരിക്കലും ഇടയാവരുതേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞാൻ ഓർക്കല്ലേ മറവിയരുതേ നിന്നിൽ ജന്മങ്ങൾ തോറും. എന്താ മറവി ഒരിക്കലും എനിക്ക് ഉണ്ടാവരുതേ ഭഗവാനെ. എന്താണ് എത്ര ജന്മം വേണമെങ്കിലും ഭഗവാൻ എനിക്ക് തന്നോളൂ. പക്ഷേ ആ ജന്മങ്ങളിലെല്ലാം എനിക്ക് ഒരേ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടാവായിരിക്കും. നിൻപദർ മലർ. ഭഗവാനെ അങ്ങയുടെ ആ പാദസ്മരണയാണ് എനിക്ക് എപ്പോഴും വേണ്ടുന്നത്. അങ്ങന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അല്ലെ. ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നോക്കൂ, കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുര്യോധനന്റെ കൂടായിരുന്നു എല്ലാ രാജാക്കന്മാരും. 18 അശോണിപ്പടകളായിരുന്നു ദുര്യോധനന്റെ കൂടെ ഉള്ളായിരുന്നത്. പക്ഷേ പാണ്ഡവരുടെ കൂടെ വളരെ തുച്ഛമായിട്ടുള്ള, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒന്നുമില്ല. പക്ഷെ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? സാക്ഷാൽ ഭഗവാൻ ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായത് കൊണ്ട് എന്തായി? വിജയം അവിടെ സുനിശ്ചിതമായി. നമ്മൾ എന്തെങ്കിൽ എത്രയോ സീറോകൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡിൽ ഒരു ഒന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറോയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് ആ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ സീറോയുടെ വാല്യൂ എത്രയാണ് പോകുന്നതെന്ന് അറിയാമോ? അതേപോലെയാണ് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തില് കൃഷ്ണ ഭഗവാൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അല്ലയോ? അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊന്നും ഇല്ല നമുക്ക്. അതുകൊണ്ട് എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഭഗവാനെ ഭഗവാനെ അങ്ങനെക്ക് തന്നോളൂ. പക്ഷേ എനിക്ക് എന്ത് വേണം? അങ്ങയുടെ ആ സ്മരണ ഉണ്ടാവണം. കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാൻ. ഭഗവാനോട് നമ്മൾ ചോദിക്കുക, എത്ര ജന്മം വേണമെങ്കിലും ഭഗവാനെ എനിക്ക് തന്നോളൂ. പക്ഷെ എന്ത് വേണം? കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാൻ. ഏതു നാമം ജപിക്കേണ്ടു രാധിക തൻ ചിത്തച്ചോര. ഹേ രാധികയുടെ ചിത്തച്ചോര, എത്ര ജന്മം വേണമെങ്കിലും എനിക്ക് തന്നോളൂ. പക്ഷെ ഏത് നാമം ജപിച്ചിട്ട് വേണം ഞാൻ അങ്ങയെ ഭജിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഭഗവാന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാ നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. നമുക്കറിയില്ല നമുക്ക് എത്ര ജന്മങ്ങൾ കിട്ടിയിരിക്കുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിലും 84 ലക്ഷം യോനികളിൽ കൂടി കറങ്ങിയാണ് നമ്മൾ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ മനുഷ്യജന്മത്തിൽ ഭഗവാൻ എന്ത് തന്നു? നമുക്കൊരു വിശേഷാൽ ബുദ്ധി തന്നിട്ടുണ്ട് അല്ലെ. മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാമം ചെല്ലാൻ പറ്റുമോ? അവരുടെ നാവെടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ വൃക്ഷങ്ങൾക്കും ജീവനുണ്ട്. പക്ഷെ ആ വൃക്ഷങ്ങളും വളരുന്നുണ്ടല്ലോ അല്ലെ. അവരും മരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും നാവെടുത്ത് ആ നാമം ജപിക്കാൻ ഉള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാണ് മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം എന്ന് ഭഗവാൻ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ ശ്രേഷ്ഠ ജന്മങ്ങളിലുണ്ടല്ലോ വെറുതെ ആഹാരം, നിദ്ര, മൈഥുനം, സ്വയം രക്ഷ ചെയ്ത് നമ്മൾ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഇനി ഉള്ള ജന്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലേക്കായിരിക്കും. ജന്മം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പുനർജന്മത്തെ പറ്റി നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. കഥകൾ മാത്രമല്ല, അനുഭവത്തിൽ കൂടി നമുക്ക് വരുന്നുണ്ട്. ഓരോരുത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം തന്നെ ചിലപ്പോൾ അതിന് വളരെ ചില കുട്ടികൾക്ക് 2-3 വയസ്സൊക്കെ ആകുമ്പോൾ ക്യാൻസർ ആവുന്നുണ്ട്. ചില പിള്ളേർക്ക് അതേപോലുള്ള രോഗങ്ങളാവുന്നുണ്ട്. ഇങ്ങനെ ഈ രോഗങ്ങളും ഇങ്ങനെയുള്ള ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? പൂർവ്വജന്മത്തിലെ അവർക്കാണെന്നുണ്ടെങ്കിൽ ആ കർമ്മദോഷമാണ് അവരുടെ ബാധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കൊച്ചെന്ത് സിഗരറ്റ് വലിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വിഷലിപ്തമായിട്ടുള്ള ഒരു വെജിറ്റബിൾസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പദാർത്ഥങ്ങളും കഴിക്കാനിടയില്ലല്ലോ 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പാവങ്ങളാണ് ഈ ജന്മം നമുക്ക് എന്തായിട്ട് വരുന്നത്? രോഗമായിട്ട് വരുന്നത്. ആ രോഗമായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജന്മം നമ്മൾ അനുഭവിച്ച് തീർക്കണം. നമ്മൾ കൊണ്ടുവരുവാണ് 7 ജന്മത്തിലെ പുണ്യപാവങ്ങൾ ഒരു സഞ്ചിയിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരിക. പുണ്യങ്ങൾ തീർന്നു. നമ്മള് സ്വയമാണ് നമ്മുടെ അമ്മ, അച്ഛന് അല്ലെങ്കിൽ ഏത് ദേശത്ത് നമ്മൾ ജനിക്കണം എന്നെല്ലാം നമ്മൾ സ്വയമാ തീരുമാനിക്കുന്നുള്ളു. ഭാരതഭൂമി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ആ ഒരു ജന്മമാണെന്നാ പറയുന്നത്. എന്താണ് നമുക്ക് കാണാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ എവിടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു അമ്പലത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ ഈ ഭാരതത്തിൽ നിന്ന് പോയ ആൾക്കാരുണ്ടല്ലോ, അവിടെ ഒരു അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം യാത്ര ചെയ്യണമെന്നുള്ളതാണ്.
അതേസമയം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലോ മുക്കിന് മുക്കിന് അമ്പലമാണെന്നുള്ളത്. അതേപോലെ ഇപ്പം തന്നെ സത്സംഗങ്ങള് എല്ലാ ദേശത്തും സത്സംഗങ്ങളുണ്ടെന്നുള്ളത്. പിന്നെ അതേപോലെ ഭാഗവത സപ്താഹം എല്ലാ ദേശത്തും ഭാഗവത സപ്താഹം. മിക്കവാറും ഭഗവാന്റെ ഈ സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ രുക്മിണി സ്വയംവരം നടക്കുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഭാഗവത സപ്താഹം ഉണ്ടായിട്ടല്ലേ രുക്മിണി സ്വയംവരം നടക്കുന്നത്. അത് പറയുന്നത് ഭാരതദേശത്ത് ജനിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവാന്മാരാണ്. നമ്മുടെ ആ പുണ്യം കൊണ്ടാണ് നമ്മൾ ഈ ഭാരതദേശത്ത് ജനിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ ജനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ പണ്ട് മഴ എറിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേരളം. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താണ്? കേരളത്തിലെ ഇരുന്ന് ഭജിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ ബ്രാഹ്മണർക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഇരുന്ന് ഭജിക്കാൻ വേണ്ടി കേരളം എന്ന് പറയുന്ന ദേശമില്ലെന്ന്. ആ ഒരു സമാധാനത്തോടുകൂടി ഞങ്ങൾക്ക് ഭഗവാനെ ഭജിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയില് ഇവരെല്ലാവരും കൂടി പരശുരാമന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പരശുരാമൻ പറഞ്ഞു, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുണ്യഭൂമി തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുണ്യഭൂമിയാണ് പരശുരാമൻ ഉണ്ടാക്കിയ ഒരു പുണ്യഭൂമിയാണ് കേരളം. പക്ഷെ ഒരു നിബന്ധന വെച്ചിരുന്നു. എന്തായിരുന്നു നിബന്ധന വെച്ചിരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സ്മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അവിടെ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് അവിടെ എത്തിയിരിക്കുമെന്നും പരശുരാമൻ അത് പറഞ്ഞിട്ട് മഹേന്ദ്രാചല പർവ്വതത്തിലേക്ക് പോയി. ഇപ്പോഴും അദ്ദേഹം ചിരഞ്ജീവിയാണെന്നാ പറയുന്നത്. ഇപ്പോഴും അവിടെ തപസ്സിലുണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഈ ദുർമോഹികളായിട്ടുള്ള ഈ ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? ഇവിടുത്തെ കേരളത്തിലുള്ള ആ പുണ്യഭൂമിയിലെ ബ്രാഹ്മണന്മാരെ അല്ലെങ്കിൽ മനുഷ്യരെന്ത് ചെയ്തു? എന്താ ഒന്ന് പരീക്ഷിച്ചു കളയാം, ഈ എന്താ പരശുരാമൻ പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് പരീക്ഷിച്ചു കളയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വെറുതെ അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരശുരാമനെ ധ്യാനിച്ചു. പക്ഷെ ഒരു കണ്ടീഷനിലായിരുന്നു അന്ന് പരശുരാമൻ പറഞ്ഞിരുന്നത്. എന്തായിരുന്നു കണ്ടീഷൻ വെച്ചിരുന്നത്? നിങ്ങൾ ഒരിക്കലും വെറുതെ എന്നെ ധ്യാനിക്കരുത്. അതേപോലുള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ മാത്രമേ എന്നെ സ്മരിക്കാവൂ. സ്മരിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് അവിടെ എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു. അങ്ങനെ പരശുരാമൻ അവിടെ വന്നിട്ട് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനില്ലേ ഭഗവാന് ഉള്ളിലല്ലേ, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നതല്ലേ ഭഗവാന് മനസ്സിലായി കഴിഞ്ഞു ഇവരെന്നെ പരീക്ഷിക്കാനെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ശാപം കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ കേരള ഭൂമി ഇത്രയും ശപിച്ചു വരുന്ന ആസുരികത ഇവിടെ ഉണ്ടാവട്ടെ എന്ന്. മറ്റേതെന്തായിരുന്നു? സുരന്മാരുടെ ദേശമായി വരട്ടെ എന്ന് പറഞ്ഞത് ഇപ്പം അസുരന്മാരുടെ ദേശമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ശരിയായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ നടക്കുന്നത് എന്താ? വേറെ എങ്ങും കേൾക്കാത്ത ആസുരികതയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അത് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരു കഥയും കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ പുണ്യഭൂമിയായിട്ടുള്ള കേരളം എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് കുളിച്ചു ഫ്രഷായി അവിടെ അമ്പലത്തിൽ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ദേശത്തിനും 2, 3, 4 അമ്പലം ഉണ്ട്. പക്ഷേ ആ അമ്പലം പണ്ടുള്ള ആൾക്കാർ എന്തായിരുന്നു? അമ്പലം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്? ആധ്യാത്മിക ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ആധ്യാത്മികത അവിടെയുള്ള ജനങ്ങളിൽ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്പലങ്ങളുടെ മെയിൻ പർപ്പസ്. പക്ഷെ ഇപ്പോഴെന്താ അവിടെ നടക്കുന്നത്? വെറും വിഗ്രഹ ആരാധന മാത്രമാണ് നടക്കുന്നത്. ആധ്യാത്മികത പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറായാൽ പോലും നമ്മുടെ മക്കളെ നമ്മൾ വിടാൻ തയ്യാറേ അല്ല. വരുന്ന തലമുറകൾ നിങ്ങളൊന്ന് നോക്കൂ. 2, 3 വയസ്സായ കൊച്ചിനും മൊബൈലിൽ ഏതൊക്കെയാണെന്നുള്ള സകല കാര്യങ്ങളും അവർക്കറിയാം. അതേപോലെ തന്നെ അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്കറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായി കഴിഞ്ഞാൽ തന്നെ മൊബൈൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. പക്ഷെ ഈ 3 വയസ്സുള്ള കുഞ്ഞിന്റെ അല്ലെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞിന്റെ കൈ കൊണ്ടുകൊടുത്താൽ മതി, അപ്പൊ സൂപ്പറായിട്ട് ഇത് ചെയ്ത് തരും. ആ മൊബൈൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ? ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ശാസ്ത്രം വളരുന്നു. ആ വളരുന്നതിനനുസരിച്ച് എന്താ അതിനകത്ത് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ എടുക്കുന്നത്? ഡിസ്അഡ്വാൻറ്റേജസ് ആ കൂടുതലായിട്ട് എടുക്കുന്നത്. അങ്ങനെ അവരുടെ ആ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു കൊറോണ വന്നപ്പോഴത്തേക്ക് അതുവരെ മൊബൈലൊന്നും അത്ര വ്യാപകമായിട്ട് കുട്ടികളുടെ കൈ കിട്ടിയിരുന്നില്ല. പക്ഷെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇപ്പം കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ വ്യാപകമായിട്ട് മൊബൈലുണ്ട്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുന്നുള്ള ആ ഒരു സ്ഥിതി വന്നിരിക്കും. പക്ഷെ ഓക്കെ, ശരി തന്നെ. പക്ഷെ അതിനകത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് കളിക്കാൻ കൊണ്ടും
ബാക്കി ഓരോന്ന് കാണാനെ കൊണ്ടും അങ്ങനെയാണ് അവിടെ സെർച്ചിങ്ങിൽ പോകുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മൊബൈൽ വാങ്ങി കൊടുത്തില്ല അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാടിച്ചാവുക, അങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ, പണ്ടത്തെ കാലത്ത് ഇത്ര മൊബൈൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് നല്ല ഇതിലും ടെൻഷൻ ഇല്ലാതായിരുന്നു, സുഖമായിട്ടായിരുന്നു ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കൊച്ചിരി ഒരു സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബാഗ് എടുത്ത് അതിന് നടക്കാൻ വയ്യാന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-7 കിലോമീറ്റർ നടന്ന്, വേണമെങ്കിൽ 10 കിലോമീറ്റർ വേണമെങ്കിലും നടന്നിട്ടായിരുന്നു സ്കൂളിലൊക്കെ, വലിയ വലിയ ഹൈസ്കൂളിലൊക്കെ പോകുന്നതെന്നുള്ളത്. നമുക്ക് സുവിധ കൂടി, എന്താ സൗകര്യങ്ങൾ കൂടിയ സമയത്ത് എന്താ പറ്റിയിരിക്കുന്നത്? അതിനനുസരിച്ച് നമ്മൾ ലേസി ആയി തുടങ്ങി. പണ്ട് പറയാറുണ്ട്, ചൈനക്കാരുണ്ടാക്കിയതായി പിന്നെ മൊബൈൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ കുഴിമടിയന്മാരാവാൻ വേണ്ടിയിട്ട്. മൊബൈലിൽ ചുരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടും അല്ലെ. പണ്ട് കാൽസ്യം ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇപ്പം മൊബൈൽ മതി. പണ്ട് നമ്മൾ മനക്കണക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം മൊബൈലൊന്ന് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ഏറ്റവും നമ്മുടെ ബുദ്ധി പ്രയോഗിക്കരുത്. ആ ബുദ്ധി പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ മൊബൈൽ മുഖാന്തരം, മൊബൈലിലാണ് കൂടുതലും പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മള് യുഗായുധം നിമിഷേണ ചക്ഷുഷാ പ്രാവിശായുധം ശൂന്യായുധം ജഗത്സർവം ഗോവിന്ദ വിരകേണം. ആ ഗോവിന്ദനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭഗവാനെ ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഭഗവാന്റെ അമൃതവാണി നമ്മൾ കേൾക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, മനസ്സമാധാനം അമൃതാണ് വർഷിക്കുന്നത്. ഓരോ യുഗങ്ങളും നമുക്ക് എന്തായിട്ട് തോന്നും? ഓരോ നിമിഷങ്ങളായിട്ട് തോന്നും. അല്ലെന്നുണ്ടെന്നുണ്ടല്ലോ, ഗോവിന്ദ വിരകേണമേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിമിഷം ഗോവിന്ദന്റെ ആ നാമം നമ്മുടെ സ്മൃതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, ഒരു നിമിഷം നമുക്ക് യുഗങ്ങളായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തോന്നുന്നില്ലേ? 6 മണി എങ്ങനെ ആവുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല, 7 മണി ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. 4 മണി തൊട്ടുള്ള കാര്യമാണെന്ന് ഓർത്തോണം. നമ്മൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പൂജാമുറി കയറി കഴിഞ്ഞു കഴിഞ്ഞാല് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പം കണ്ടിന്യൂസ് ആണ്. അത് എന്തുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ആ നാമമാണ്. നമ്മൾ സമയം പോകുന്നത് അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ ഏതാണ് എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ തന്നെ, തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആൾക്കാര് എന്താ ചെയ്യുന്നത്? ഭഗവാൻ തന്നെ പിടിച്ചുകൊണ്ട് പൊക്കോളും. ജീവിതം വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോകും. ഒരറ്റത്താണെന്നുണ്ടെങ്കിൽ സാമ്പാർ മാറ്റി. ഒരറ്റത്താണെന്നുണ്ടെങ്കിൽ എന്താ എന്താ വരുന്നത്? ജീവിതം ടെൻഷനോടുകൂടി. ചെറിയ ചെറിയ പിള്ളേർക്ക്, ഇപ്പം വളരെ ചെറിയ ചെറിയ പിള്ളേർക്ക് എന്താ ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അതേപോലെ ഡിപ്രഷനിൽ പോകുന്നു ആ കുട്ടികൾ. പണ്ടൊക്കെ സമയത്ത് നമ്മൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ആ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ത്വരയാണ് നമുക്ക്. ആ ത്വരയിൽ എന്താ, വെട്ടിപ്പിടിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ എന്താവുന്നു? നമ്മൾ ഏറ്റവും ദുഃഖത്തിലേക്ക്, ഡിപ്രഷൻ സൈഡിലേക്ക് പോകുക എന്നുള്ളത്. ഒന്നിനും ഫേസ് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അവരെ അതിനു വേണ്ടിയിട്ട് സജ്ജരാക്കുന്നില്ല. നടക്കാൻ ഒരു ശകലം നടക്കണ്ടല്ലോ അവർക്ക്. വീട്ടിൽ നിന്ന് നേരെ വണ്ടി, എവിടെയാ ഇറങ്ങേണ്ടത് വെച്ചാൽ സ്കൂളിലാണെങ്കിൽ സ്കൂൾ ബസ്, ഒരു 1/2 കിലോമീറ്റർ നടന്നു പോകാനുള്ള ഒരു സ്കൂളിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെ വണ്ടിയെ കൊണ്ടുവിടും, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഏർപ്പാട് ചെയ്യും. പക്ഷെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ സുഖലോലുപരായിട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർക്ക് പറ്റുന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു ഹാർഡ്നെസ് അവരുടെ ജീവിതത്തിൽ, ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. യാതൊരു തരത്തിലും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് എന്താ ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ആറ്റുനൂറ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പ്രസവവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാ പ്രസവവേദന. ആ ഒരു അമ്മ ഇതെല്ലാം അനുഭവിച്ച് തന്റെ കുഞ്ഞിനെ ഇത്രയും വളർത്തിക്കൊണ്ട് ആ കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഉറക്കമുണ്ടോ? എന്താ, രാത്രി മൊത്തം ഈ കൊച്ചു കരച്ചിലായിരിക്കും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അപ്പി മാറ്റണം, അല്ലെങ്കിൽ മൂത്രം മാറ്റണം. അങ്ങനെ ആ കുഞ്ഞിന്റെ പുറയാണ് ആ വീട്ടുകാരുടെ മൊത്തം ശ്രദ്ധയും എന്നുള്ളത്. അങ്ങനെ അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയം ഒരു 15 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോൾ ഭഗവാനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ തൂങ്ങിപ്പോകുന്നെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നതെന്ന് അറിയാമോ? അവർക്ക് ആധ്യാത്മികത നിങ്ങൾ ഒട്ടും കൊടുക്കുന്നില്ല. ആധ്യാത്മികത എന്താ? നിങ്ങൾക്ക് ഒരു സൺഡേ ക്ലാസ് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ 8 വയസ്സ് 9 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബൈബിള് പഠിച്ചിട്ട് മൊത്തം പരീക്ഷയാ. ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ട്രെയിനിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു
കുട്ടിക്ക് അവന് അത് ഒരു 6 വയസ്സ് 7 വയസ്സേ കാണത്തുള്ളൂ. പക്ഷെ സൺഡേ ക്ലാസ്സിന്റെ പരീക്ഷയാണ്. അന്നേരം അവരെന്താ എവിടെയോ കറങ്ങാൻ പോവുക, കറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പക്ഷെ ആ ട്രെയിനിൽ അവർ ആ പുസ്തകം എല്ലാം കൊണ്ടുവന്നു എന്നുള്ളത്. എന്നിട്ട് ആ കൊച്ചുങ്ങളെ ആ അമ്മ ട്രെയിനിൽ ഇരുന്നിട്ട് പഠിപ്പിക്കുന്നു. സൺഡേ ക്ലാസ്സിന്റെ ആണെന്ന് ഓർത്തോണം. അതേസമയം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഭഗവത്ഗീത ദൈവമേ എത്രയോ ആൾക്കാർ വന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടികളെ ആ ക്ലാസ്സിന് വിടുന്നുണ്ടോ? ഒരു ക്ലാസ്സിന് വിടത്തില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നേരെ ഡ്രോയിങ്ങിന് വിടും, അല്ലെന്നുണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് വിടും. ഈ ഡാൻസ് ക്ലാസ് എന്തായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ട്യൂഷന് സൺഡേയിൽ എന്താ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻകാരാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ വെക്കും. എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? സനാതന ധർമ്മക്കാർക്ക് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കുട്ടികൾക്ക് ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ ടൈം, അവർക്ക് ഈ ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാനുള്ള കുട്ടികളാണ്. ആധ്യാത്മികതയിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ജീവിതം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്ക് ട്യൂഷൻ ഞാൻ സൺഡേ വിടുന്നില്ല, അല്ലെങ്കിൽ ഡ്രോയിങ് ക്ലാസ്സിന് വിടുന്നില്ല, അല്ലെങ്കിൽ ഈ രാവിലത്തെ ക്ലാസ് മിക്കവാറും എല്ലായിടത്തും, അല്ലെങ്കിൽ വൈകുന്നേരം വേണ്ടിയിട്ട് നിങ്ങൾ പൊക്കോളൂ. പക്ഷെ ഇതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഹിന്ദുക്കൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത്. എന്തുകൊണ്ടാ പറ്റാത്തത്? നമ്മുടെ കുട്ടികളെ വേണ്ടുന്നത് പോലെ അല്ല നമ്മൾ വളർത്തുന്നത്. നിങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വേണ്ടുന്ന കാര്യം കൊടുക്കുന്നില്ല. ആ കുട്ടി സ്വയപര്യാപ്തതയിലേക്ക് വരുന്നില്ല. നിങ്ങൾ എപ്പോഴും സ്പൂൺ ഫീഡിങ് ആണ് ചെയ്യുന്നത്. ആ സ്പൂൺ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് വരും? അന്നേരം അവനെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ വാരി കൊടുക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആ കൊച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറകെ നടന്ന് അവനെ ഒന്നുമില്ല, വെറും വട്ടപൂജ്യമാക്കുന്നുള്ളത്. കുട്ടികളെ ശരി എന്താ അവർക്ക് ഒരു ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീ വില്ലിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ അവർ എന്ത് പ്രശ്നം വന്ന് എന്ത് ഹാർഡ്നെസ് വന്നു കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവരൊരിക്കലും തളരാതെ അതിനെ അവർ മുന്നോട്ട് ഫേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർ നോക്കും, ഇപ്പോഴത്തെ ഇത്ര സാമ്പത്തിക ഭദ്രത അന്ന് ആർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ സാമ്പത്തിക ഭദ്രതയുണ്ട്, പക്ഷെ ജീവിതമില്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിലും എത്ര ഓടി കളിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം. കൊച്ചുകുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? മാമ്പഴം പറക്കാനൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും കശുവണ്ടി പിറക്കിയിട്ട് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചുട്ടുതല്ലിയൊക്കെ തിന്ന്, അതൊക്കെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു രസമായിരുന്നു. അന്ന് പാടങ്ങളെല്ലാം കൊയ്തിട്ട് വെറും കാലിയാട്ട് കിടക്കും. എന്നിട്ട് ആ പാടത്തിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പശുക്കൾ മിക്കവാറും എല്ലാ വീട്ടിലും കാണും. പോച്ച പറിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള അഭിനയത്തില് എങ്ങനെയാ ഒരു ഗാങ്ങായിട്ട് പോകും. പക്ഷെ ആ പാടത്തിൽ നിന്ന് അവരെ ഫുള്ള് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്നെ ജീവിതത്തിൽ ഞാൻ പറയാം, ഞങ്ങൾ ചില കുട്ടികൾ ഇങ്ങനെ പോവുമായിരുന്നു. പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് ഡ്രാമയൊക്കെ ആയിരുന്നു അവിടെ ആണെന്നുണ്ടെങ്കിൽ. അന്നേരം ആ ഒരു ആർക്കൊക്കെ ഏതൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടോ അവർ അതിനനുസരിച്ചുള്ള കളികളായിരുന്നു മൂഡ് ചെയ്തിരുന്നുള്ളത്. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തോത്തയുടെ എന്താ തത്തമ്മ പൂച്ച പറഞ്ഞു കഴിഞ്ഞാൽ ആ തത്തമ്മ പൂച്ച. ഈ പിള്ളേരും അത് തന്നെ. ആ പൂച്ചയ്ക്ക് അപ്പുറത്തോട്ട് അവർക്ക് വേറെ ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരെ മോൾഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികളെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ കുഞ്ഞുങ്ങൾ വളർന്നു നല്ല പഠിത്തത്തിൽ അവരെ full A+ ആയിപ്പോ എല്ലാവർക്കും, അല്ലെ? ആ full A+ കിട്ടുന്നവനുണ്ടല്ലോ, സ്വയമായിട്ട് അവനോട് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനറിയത്തില്ല. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ 12th 11th ഒരു അഡ്മിഷൻ വേണം, നല്ലൊരു കോളേജിലോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ആ പിള്ളേർ ബബേ പറയും. പക്ഷെ വേറുള്ള ഇപ്പം ബോംബെ പോലുള്ള ഒരു സ്ഥലത്തോ എന്തെങ്കിലും ആണെങ്കിലും 5 വയസ്സായ ഒരു കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ സ്വയമായിട്ട് പോയിട്ട് അതുകൊണ്ട് സൂപ്പറായിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ പാസ്സായ അമ്മ അഡ്മിഷൻ മില എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വരും എന്നുള്ളത്. ഇത് നമ്മളെല്ലാത്തിനും ഈ കൊച്ചുങ്ങളുടെ പുറകെ പോകുന്നു. പക്ഷെ നിങ്ങൾ എന്താ ഈ കുട്ടികൾക്ക് ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു സാധനമേ നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാ വളരേണ്ടത് എന്നുള്ളത്. കുറച്ചൊക്കെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവന് തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടല്ലോ അവന്റെ മനസാക്ഷി അവനെ വിലക്കും. മനസാക്ഷി വിലക്കും. അത് മാത്രമല്ല ഇൻഡയറക്റ്റ് ഭഗവാൻ അവനെ ആ തെറ്റിലേക്ക് പോകാൻ വിടില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ എങ്ങനെയാ ആധ്യാത്മിക ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നു. പക്ഷെ ആ ആധ്യാത്മിക ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നു. പക്ഷെ ആ ആധ്യാത്മിക ക്ലാസ്സുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളെ വിടത്തില്ല. അങ്ങനെ പിള്ളേരില്ലാതെ എത്രയോ ഗീതാ ക്ലാസ്സുകളും എല്ലാം ഇട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ശപഥം എടുക്കണം, അങ്ങനെയല്ല എൻ്റെ കുഞ്ഞിന്
ഞങ്ങള് ഭൗതികമായിട്ട് എത്ര അറിവ് കൊടുക്കുന്നുണ്ടോ അതേപോലെ ആധ്യാത്മികതയിൽ അറിവ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധ്യാത്മികതയിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 7 മണി വരെ 8 മണി വരെയൊക്കെ ഇതിന്റെ അകത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ലേ. അന്നേരം ആ കുഞ്ഞുങ്ങളെയും അത് പഠിപ്പിക്കണം. ഒരു നടന്ന സംഭവം ഞാൻ പറയാം. ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഭയങ്കര ഭഗവത്ഗീതയൊക്കെ പഠിച്ച് നല്ല എല്ലാ ആധ്യാത്മികമായിട്ട് ഭയങ്കര നല്ല നല്ല ഇതിലുള്ള ഒരു കുട്ടിയായിരുന്നു. ഭഗവാന്റെ ആ ഒരു അടുത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അവിടെ ജീവിതം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭഗവാന്റെ കാര്യങ്ങളില്. അങ്ങനെ അവള് പഠിച്ചു, വലുതായി പഠിച്ചു, നല്ല മിടുമിടുക്കിയായിട്ട് IT കമ്പനി അവൾക്ക് ജോലി കിട്ടി. IT കമ്പനി ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്തു? അവള് ബാംഗ്ലൂരിലായിരുന്നു. അവൾക്ക് ബാംഗ്ലൂരിലെ ജോലി കിട്ടിയത്. അന്നേരം അവര് 3 കുട്ടികൾ കൂടിയിട്ടാണ് അവര് താമസിക്കുന്നത്. ആ 3 കുട്ടികൾ കൂടി, പെൺപിള്ളേര് 3 കുട്ടികൾ കൂടി താമസിക്കുന്ന സമയത്ത് അതിൽ ഒരു പെൺകൊച്ചിന് രാത്രി ഭയങ്കര ബ്ലീഡിങ് ആയപ്പോ ഇവര് 3 പേരും കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയിട്ടാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്കൊക്കെ നോക്കി. പക്ഷെ ഇന്നിവിടെ അഡ്മിറ്റ് ആവണം, കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരാളെ നിർത്തത്തുള്ളൂ. അന്നേരം ഇവരും 2 പേരുണ്ടല്ലോ, രോഗി കൂടാതെ 2 പേരുണ്ടല്ലോ. അന്നേരം ഈ ഒരാളെ ഇവിടെ നിർത്തും. അന്നേരം ഈ കുട്ടി എന്ത് ചെയ്തു? ഞാൻ വീട്ടിൽ പോവാം, എന്നിട്ട് നാളെ രാവിലെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അതും നട്ട പാതിരാത്രിയാ, 2 മണി സമയമാണ്. എന്നിട്ട് ഓട്ടോ പിടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവള് വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഇവള് കയറിയ ഓട്ടോക്കാരനെ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവക്ക് പോകേണ്ട വഴിയല്ല പോകുന്നത്, ഇവര് ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ള വഴി കൂടെ കൊണ്ടുപോകുന്നു. ഇവക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാൻ ചതിക്കപ്പെട്ടു, ഇവൻ ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളൊരുവി അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബമ്പ് വന്നു. ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു ബമ്പ് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഇവള് എന്നിട്ട് വണ്ടി ഒന്ന് സ്ലോ ആവുമല്ലോ, വണ്ടി സ്ലോ ആയ സമയം ഇവള് പുറത്ത് ചാടി അവള് പക്ഷെ ഓട്ടോക്കാരൻ വിജനമായിട്ടുള്ള റോഡല്ലേ, ഓട്ടോക്കാരനും അവിടെ നിർത്തുക എന്നിട്ട് അവളെ പിടിക്കാനുള്ള ഇതില്. പക്ഷേ ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റോന്ത് ചുറ്റുന്ന പോലീസുകാര് ഒരു വണ്ടി വന്നപ്പോൾ ഇവൻ ആ റോന്ത് ചുറ്റുന്ന പോലീസുകാരെ കണ്ടപ്പോൾ ഇവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഓടിക്കളഞ്ഞു. എന്നിട്ട് പോലീസുകാർ ഇവിടെ അടുത്ത് വന്ന് ഇവള് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കാം. പക്ഷെ ആ കുട്ടിയുടെ ബുദ്ധി പോയത് കണ്ടോ? ഈ വന്ന കാലം പോലീസുകാരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ശകലം എന്താ കാലം കലികാലം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അവരുടെ ജീവിതം പോയില്ലേ. അതുകൊണ്ട് ഇവള് എന്ത് ചെയ്തു? ഇവള് കമ്പനിയുടെ ബോസിനെ വിളിച്ചിട്ട് പോലീസുകാരോട്ട് സംസാരിപ്പിച്ചിട്ട് അന്നേരം കൺഫേം ആയല്ലോ, ഇന്ന പോലീസുകാരാണ് എന്റെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു കൺഫേമിറ്റി കിട്ടി. അന്നേരം അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ ഇന്നടത്ത് കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടെന്നുള്ളതാണ്. അതാ പറയുന്നത്, ആ ബമ്പ് വന്ന് അല്ലെങ്കിൽ വേറെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരങ്ങ് പകച്ചു പോകും. അന്നേരം അവർക്ക് ആ ഒരു ഇത് വരില്ല, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒരു ഇത് വരില്ല. പക്ഷെ ഭഗവാൻ ഉണ്ടല്ലോ, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും. ഭഗവാൻ സ്വയം അവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പിന് നമുക്ക് വരുമെന്നുള്ളത്. ഗുരുവായൂർ തന്നെ ഇതേപോലെ ഒരു സംഭവം നടന്നു. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തയാ. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ അവർ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വീട്ടുകാരും വരുന്നില്ല. ഗുരുവായൂർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഒരു സന്ധ്യയായി പിന്നെ അവിടെ കുളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ദർശനമൊക്കെ എടുത്ത് ബാഗൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചതിന് ശേഷം അമ്മ ദർശനമൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് 8-9 മണിയാവുന്നു. 8-9 മണിയായി കഴിഞ്ഞ് അന്ന് അവർക്ക് പോരാൻ പറ്റില്ലല്ലോ. അവരവിടെ ഹോട്ടലിൽ അന്വേഷിക്കുക. ഗുരുവായൂരൊക്കെ ഒരു ഇതുണ്ട്, എന്താ ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പിന്നെ ഇത് കൊടുക്കില്ല, റൂം കൊടുക്കില്ല. ഹോട്ടലിൽ മൊത്തവും റൂമിന് വേണ്ടിയിട്ട് നടക്കുക. പക്ഷേ അവർക്ക് റൂമേ കിട്ടുന്നില്ല. അന്നേരം അവസാനം ഒരു കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ ഞാൻ എന്ത് ചെയ്യും? ഇനി എന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഈ പാതിരാത്രിക്ക് ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ പോകും? വണ്ടിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് രാത്രി പോകാൻ പറ്റില്ല. അതുമല്ല, എനിക്ക് നാളെയും അങ്ങയുടെ ദർശനം എടുക്കണം.
അങ്ങനെ 2-3 ദിവസത്തേക്കാണ് അവർ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങയുടെ ദർശനം കിട്ടി. എനിക്ക് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതിയാവോ? ഒരു തവണ കാണുമ്പോൾ പിന്നെയും കാണണം, പിന്നെയും കാണണം, പിന്നെയും കാണണം എന്നുള്ള ആ ഒരു ചിന്തയല്ലേ നമുക്കുള്ളത്. അതുകൊണ്ട് ഗുരുവായൂരപ്പ എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഗുരുവായൂരപ്പനെ തന്നെ ചോദിച്ചു. ആ തൃപ്പാദത്തില് അവരുടെ പരിവേദനങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞു. ആ അർപ്പിച്ച സമയത്തുണ്ടല്ലോ, പിന്നെ ലാസ്റ്റിൽ ഒരു ഹോട്ടലിൽ പോവുക. അതും അടുത്തുള്ള ഒരു അമ്പലത്തിന് തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ പോവുക. ഹോട്ടലിൽ പോയപ്പോ അവര് സുഖമായിട്ട് യാതൊന്നും ചോദിച്ചതില്ല, പറഞ്ഞതില്ല, ഒന്നുമില്ല. അവരാണെങ്കിൽ റൂം കൊടുത്തു. അവര് 2 ദിവസം അവിടെയൊക്കെ താമസിച്ചു. എന്നിട്ട് ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലൊക്കെ പോയി നല്ല സന്തോഷമായി മനസ്സ് നിറഞ്ഞ് അവരവിടെ തൊഴുതു എന്നുള്ളത്. ആ മനസ്സ് നിറഞ്ഞ് തൊഴുതു കഴിഞ്ഞ് എന്നിട്ട് പോരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ അവരോട് ചോദിച്ചു, നോക്കൂ, ഞാൻ ഒരുപാട് ഹോട്ടലിൽ പോയി, പക്ഷെ എനിക്ക് ആരും റൂം തന്നില്ല. നിങ്ങൾ എനിക്ക് റൂം തന്നു. അതിന്റെ കാരണം എന്താ? നിങ്ങൾ എന്തായി പറയണത്? നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ വന്നത്, നിങ്ങളുടെ കൂടെ ഒരു പയ്യനില്ലായിരുന്നോ? 10-20 വയസ്സുള്ള ഒരു പയ്യനുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ? ഞങ്ങൾ ഇവിടെയാണെങ്കിലും അങ്ങനെ റൂം തരില്ല, പക്ഷെ നിങ്ങൾ 2 പേരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ റൂം തന്നെ. അന്നേരം അവരിങ്ങനെ ആദേശിച്ചു നിൽക്കുന്നു. ഭഗവാനേ, ഗുരുവായൂരപ്പൻ തന്നെ വന്നിട്ട് എന്നെ സഹായിച്ചല്ലോ എന്നുള്ള ആ ഒരു ഇത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫെയിമായിട്ടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഏത് സ്ഥലത്തും നമ്മള് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ ആൾക്കാരാ കൂടുതലും ഇതിനകത്ത്. പക്ഷെ യങ് ജനറേഷനെയും കൂടി, പുതിയ തലമുറയും കൂടി ഇതിനകത്ത് കൊണ്ടുവരണം. ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിന്നെ പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, ആദ്യമേ തന്നെ വിത്ത് പാവണം. അവരുടെ ഉള്ളിലുണ്ടല്ലോ ആ വിത്ത് പാവണം. ആ വിത്ത് ആധ്യാത്മികതയുടെ വിത്ത് പാവി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവർ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും കൗമാര യൗവനത്തിലൊക്കെ അവർ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. പക്ഷേ പിന്നെന്താ വരുന്നത്, അവര് അസൽ ഭക്തന്മാരാകും. അത് മാത്രമല്ല, ആ ഭക്തിയുടെ ആ ആധിക്യത്തിലുണ്ടല്ലോ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമെന്നുള്ളതാണ്. അതേപോലെയുള്ള പാർട്ണറെ കിട്ടും, അതേപോലെയുള്ള കുട്ടികളെ കിട്ടും, എല്ലാ കാര്യത്തിലും. നിങ്ങൾ തന്നെ തീരുമാനിക്കണേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതമാണോ കൊടുക്കേണ്ടത്, അതോ പുസ്തകപ്പുഴുവായിട്ട് അവരെ വളർത്തണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണ്ടേ. എനിക്കറിയാം, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൊച്ചുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറായിരിക്കും അവരുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ എന്തെങ്കിലും പോകും. അല്ലാതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 മണിക്കൂർ ഈ കൊച്ചുങ്ങളെ പടിയടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ പുസ്തകത്തിൽ നോക്കിയിട്ട് അവരുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ വിഹരിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ സൈക്കോളജി തന്നെയാണ് പറയുന്നത്. 100% എനിക്ക് സൈക്കോളജിക്കലി പറയാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിള്ളേരുമായിട്ട് അത്രയ്ക്കും ഇടപഴകിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഓരോ കുട്ടികളുടെയും മനഃശാസ്ത്രം എനിക്കറിയാവുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പിള്ളേരോട് പഠിക്കാൻ കുറേയൊക്കെ ആണെങ്കിൽ അവരെയും അമ്മയോട് സഹായിക്കുക. അമ്മ അടുക്കളയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, തൂക്കാനായാലും, വാരാനായി കഴിഞ്ഞു കഴിഞ്ഞാലും. നമുക്ക് എനിക്കങ്ങ് അതിശയം വരുമോ കേരളത്തിലെ കാര്യം കാണുമ്പോൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ര ഒറ്റയില്ലാത്ത ചൂല് വെച്ചിട്ടാണ്. അന്നേരം നമ്മളെന്താ, ഓട്ടോമാറ്റിക് കുനിഞ്ഞാ നമ്മൾ ഇത് തൂക്കുന്നത്. ആ തൂക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഓരോ അവയവങ്ങളും ഉണ്ടല്ലോ എത്ര കുനിഞ്ഞിട്ട് ഒക്കെയാണ്. അന്നേരം ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്റ്റിക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ സ്റ്റിക്കിൽ ഇങ്ങനെ ചുമ്മാ എന്താ പറയുന്നത്, അങ്ങനെ ഒരു തൂണ് പോലെ നിന്നിട്ട് അവർ ഇത് ചെയ്താൽ മതി. അന്നേരം നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അലോപ്പതി മരുന്നല്ല വേണ്ടുന്നത്. നിങ്ങൾക്കൊരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകും. ആ ഒരു ദിവസം വേസ്റ്റായി. എന്താ അവിടുത്തെ ലൈന്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ അലോപ്പതി മരുന്ന് വരും. അലോപ്പതി മരുന്ന് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? കിഡ്നിക്ക് പ്രോബ്ലം ആകും. ഓർത്തോളം നിങ്ങൾ ഇതെല്ലാം. അന്നേരം എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടി? പണ്ടത്തെ ആൾക്കാർ 80-85 വയസ്സുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരാണെന്നുണ്ടെങ്കിൽ മിറ്റം തൂക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 40 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊത്തം പിടിച്ച ഒരു വണ്ണം വെക്കും. എന്നിട്ട് ആ വണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അനങ്ങാൻ വയ്യ, ഇങ്ങോട്ട് അനങ്ങാൻ വയ്യ, പിന്നെ എന്തും അസുഖം. അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജോലി ചെയ്യണം. കുനിഞ്ഞു. പണ്ടൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ പിടിച്ചല്ലേ അരയ്ക്കുന്നത്. ആ അരയ്ക്കുന്ന സമയത്ത് ആ ഷോൾഡറിന്റെ വ്യായാമം കിട്ടിക്കഴിഞ്ഞു.
അതേപോലെ തൂക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചൂട്ടിനെ കൈന്ന് കുനിഞ്ഞു നിന്നിട്ടുള്ള ആ നമുക്ക് ഇങ്ങനെ നടുവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിയുന്നു. അങ്ങനെയൊക്കെ പണ്ട് വെള്ളം കോരുക. ഇപ്പൊ ഇതൊന്നും വേണ്ട. അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുക. അതുകൊണ്ട് കുറഞ്ഞ വശം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്യണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെയ്യിക്കണം. പിള്ളേരെയും കൂടി ഇതിനകത്തെല്ലാം ഒരു ചായ ഇടാൻ, 20 വയസ്സായി കഴിഞ്ഞാൽ ഒരു ചായ ഇടാൻ അറിയത്തില്ല. പിള്ളേരെ എന്താ പഠിക്കുമല്ലയോ, അവള് പഠിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ പഠിച്ചതാ. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം എന്റെ വീട്ടില് സകല രാവിലത്തെ ആഹാരം ഉണ്ടാക്കിയിട്ട് ഞാൻ പൊതിച്ചോറും കൊണ്ട് പോകുമായിരുന്നു. ഞാൻ പഠിച്ചില്ലേ? അത് അല്ല, നല്ല നിലയിൽ തന്നെ എത്തി എന്നുള്ളത്. പഠിത്തത്തിൽ അങ്ങേയറ്റം നിലയിലെത്തി. അതേപോലെ തന്നെ ജോലിയിലായാലും എല്ലാ കാര്യങ്ങളിലായി കഴിഞ്ഞാലും. പക്ഷേ ആധ്യാത്മികതയിൽ ഭഗവാന്റെ ഒരു കാരുണ്യം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇവിടെ തയ്യാറായി വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ നോക്കൂ, ആ ഭഗവാന്റെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അങ്ങനെ വേസ്റ്റ് ആക്കില്ല. യഥാർത്ഥത്തിൽ ഒരാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭക്തരായി കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ആനന്ദം എന്തിനകത്തായിരിക്കുന്നത്? ഭഗവാന്റെ കാര്യങ്ങളില് ഭഗവാന്റെ കാര്യങ്ങൾ എത്ര പറയാൻ പറ്റുന്നുണ്ടോ അതേപോലെ വെറും പറയുവല്ല ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം, ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞ് ഞാൻ തരുവാണെന്നുള്ളതാണ്. ആ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ആ ആധ്യാത്മികത വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു സ്പിരിച്വൽ എനർജി നമ്മളിൽ വരും. ആ സ്പിരിച്വൽ എനർജി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങൾ വളരെ കുറയും എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും ഒരു അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അയ്യോ അസുഖമാന്നി എന്ന് പറഞ്ഞിരിക്കില്ല. വൃന്ദാവനത്തിൽ വെച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പനിയായി കഴിഞ്ഞാലും ഈ 3 ദിവസത്തെ ക്ലാസ് ഞാൻ ഒരിക്കലും മിസ്സാക്കില്ലായിരുന്നു എന്നുള്ളത്. അന്നേരം ആ ഒരു എനർജി എവിടെ നിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭഗവാനോട് നിങ്ങൾ പറയൂ, എന്താ പറയേണ്ടത്? ഭഗവാനെ, എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും പൊട്ടിയ. നമുക്ക് എന്താ അറിയാവുന്നത്? നമുക്കൊന്നും അറിയില്ല. ഒരു കടലില് ഒരു കൂമ്പ് വെള്ളം, ഒരു കുമ്പിള് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കടലിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതാണ് ഭഗവാന്. അഹമേവാസമേവാഗ്രെ ജ്ഞാനേതൽപരം പശ്ചാത്തകമേതച്ചയോ അവശിഷ്യേ സോസ്മകം ഇതേതത്തയെ പ്രതിയേതിന്റെ പ്രതിയേച്ചാത്മിനി തത്തിതാത്മാനവുമായ യഥാവാസു യഥാതമക യഥാ മഹാന്തിഭൂതാനി ഭൂദേശജാവശിനോ പ്രേഷ്ടാനി പൃഷ്ടാനി തഥാ തേഷൂന ദേശകം ഏതാവദേവ ജിജ്ഞാസം തത്ത് ജിജ്ഞാസനാത്മന അനിയാവിതിരേകാൽവ്യ യഥാ സർവത്ര സർവദാം ഏതന്മര സമാധിഷ്ട പരമേണ സമാധിനാ ഭവാൻ കൽപ്പവികൽപ്പേഷു വിമുക്തിർഗിജത്. ഭഗവാനെ, പണ്ടും അങ്ങേയുള്ളൂ, ഇപ്പോഴും അങ്ങേയുള്ളൂ, വരാൻ പോകുന്ന കാലത്തും അങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പ്രളയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ പ്രളയത്തിൽ പോകും. ആ പ്രളയത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ ഒന്നും പറയണ്ട. നമുക്ക് തന്നെ എത്ര വയസ്സ് വരെ ഈ ഭൂമി ജീവിക്കാൻ പറ്റും? അല്ലേ? എത്ര വയസ്സ് വരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂല. നമ്മൾ എന്നും ഇതേപോലെ ഇരിക്കുവോ? നമ്മളെ ഉപ്പിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുവോ ആരെങ്കിലും? ഇല്ല. നമുക്കും ഉണ്ട്. ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? മരണം സുരക്ഷിതമാണ് അവിടെ എന്നുള്ളതാണ്. ആ മരണം സുനിശ്ചിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ഈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ, നമ്മുടെ ഈ പിടിവാശികളെല്ലാം മാറും. നേരെ എന്താണ്? ഭഗവത് പാദാംബുജത്തിൽ നമ്മുടെ ശിരസിനെ നമിക്കും നമ്മളെ. അല്ലെ? എന്താ വേണ്ടി? വർണ്ണിക്കൂരസനേ മുരാരിയെ. നമ്മൾ എന്താ ചെയ്യേണ്ടേ? മുരാരിയെ വർണ്ണിക്കണം. എതെല്ലാം ശ്രവിച്ചിടുകാതെ. എവിടെ ഭഗവാന്റെ ഒരു നാമം കിട്ടുന്നുണ്ടോ, ഒരു സത്സംഗങ്ങൾ കിട്ടുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സപ്താഹങ്ങൾ കിട്ടുന്നുണ്ടോ, തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിയിരിക്കണമെന്നുള്ളതാണ്. അതെല്ലാം ശ്രവിച്ചിടും മുരാരിയെ, ശ്രവിച്ചിടുകാതെ. എന്നിട്ട് കരത്തിനോട് എന്ത് പറയണേ? നമ്മളെ വന്ദിക്കൂ കരമേ. ഹേ കരമേ, നമ്മളെ ആരെ വന്ദിക്കണം? ഭഗവാനെ, രമേശനെ വന്ദിക്കണം നമ്മുടെ കരം. എന്നിട്ടോ നിനക്കൂ ചിത്തമേ ശൗരിയെ. എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ആ ശൗരിയെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. എന്താ വേണ്ടുന്നത്? നിനക്കൂ ചിത്തമേ ശൗരിയെ. ആ ശൗരിയെ നിങ്ങൾ എല്ലാവരും നിനക്കൂ. എന്നിട്ട് കണ്ണിനോട് നമ്മൾ എന്ത് പറയണം? കണ്ണേ കാണുക കണ്ണനെ. കണ്ണിനോട് നമ്മൾ എന്താ പറയേണ്ടത്? കണ്ണനെ കാണൂ. അല്ലാതെ നമുക്ക് ഭൗതികമായിട്ടുള്ള ആ കാര്യങ്ങളിലല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. കണ്ണേ എന്ത് വേണം? കണ്ണനെ കാണൂ. പിന്നെ തുളസി ഗന്ധം തേടൂ മൂക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവയവത്തിന്റെയും കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ഗന്ധം,
അല്ലാതെ നല്ല മട്ടനും ചിക്കനും അല്ലെന്നുണ്ടെങ്കിൽ മീനും വറുത്ത ആ ഒരു ഗന്ധമല്ല നമ്മള് ഇത് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് എന്ത് ചെയ്യണം? തുളസി ഗന്ധം തേടൂ മൂക്കേ. മൂക്കിനോട് നമ്മൾ പറയണം തുളസി ഭഗവാന്റെ ത്രിപാദ ചരണത്തിൽ വെച്ചിരിക്കുന്നതാണ് തുളസി. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, തുളസി ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്. തുളസി പത്ത ഇടാതെ, തുളസി ഇല ഇടാതെ ഞാൻ ഒരു പ്രസാദവും സ്വീകരിക്കത്തില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂല. തുളസി മഹാറാണിയുടെ ഒരു മഹാഭാഗ്യം. എന്നിട്ടോ നമ്മുടെ കാലിനോട് എന്ത് പറയണം? ക്ഷേത്ര നടയിലേക്ക് കഴലേ. നമ്മുടെ കാലെവിടെയൊക്കെ പോകേണ്ടത്? ക്ഷേത്ര നടയിലേക്ക്. എന്നിട്ടോ കുമ്പിയിടൂ ശീർഷമേ. നമ്മുടെ ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ശിരസ് നമിക്കണം. എന്നിട്ട് നമ്മുടെ ഓരോ അവയവങ്ങളോടും നമ്മുടെ കണ്ണ് ആരെ കാണണം? ശബരിയെ കാണണം. മൂക്ക് എന്ത് ചെയ്യണം? തുളസീഗന്ധം തേടണം. അതേപോലെ നമ്മുടെ കൈ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. മാല കെട്ടാന്, പൂ പറിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ വെക്കാനെ കൊണ്ട്. അങ്ങനെ ഓരോ നമ്മുടെ അവയവവും ഇതെല്ലാം എന്ത് ചെയ്യണം? കണ്ണനെ കാണൂ. കണ്ണിനോട് പറയുന്നേ, കണ്ണേ നീ വേണ്ട അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോവണ്ട. എന്താ ചെയ്യേണ്ടത്? കണ്ണനെ കാണൂ കണ്ണേ. നമ്മുടെ കാലെവിടേക്ക് പോകണം? ക്ഷേത്ര നടയിലേക്ക് പോകൂ. കൊമ്പിട്ടിടൂ ശീർഷമേ. അങ്ങനെ ഓരോ അവയവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് നമ്മുടെ ഓരോ അവയവത്തിനെയും നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരണം. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ മുരാരി നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുമോ? അന്നേരം എന്താ വേണ്ടുന്നത്? ഹരിചരണം കുടികൊള്ളും എന്റെ ഈ കരളിലിടം കരുതേണ്ട കാമദേവ. എന്റെ കരളിൽ ആരാ ഉള്ളത്? ഹരിചരണമാ ഉള്ളത്. അല്ലാതെ കാമദേവന്റെ ആ ഒരു ഇത് നമുക്ക് വേണ്ട. ഹരിചരണം കുടികൊള്ളും എന്റെ ഈ കരളിലിടം കരുതേണ്ട കാമദേവ. എന്നിട്ടോ ഹരിനിട്ടിലാണിലേ നീറ്റലേറ്റ നീ മുരകര ചക്ര പരാക്രമം മറന്നു. കാമദേവനോട് നമ്മൾ ചോദിക്കുക. അന്നേരം കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളാണ് കൂടുതലും. നമ്മുടെ ഈ ആഗ്രഹമല്ലേ നമ്മളെ എല്ലാ പതനത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതെന്നുള്ളതാണ് അല്ലേ? എല്ലാ പതനത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ഈ ആഗ്രഹമാണ്. 1 കിട്ടുമ്പോൾ 10 കിട്ടണം, 10 കിട്ടുമ്പോൾ 100 കിട്ടണം, 100 കിട്ടുമ്പോൾ 10,000 വേണം, 10,000 കിട്ടുമ്പോൾ ലക്ഷങ്ങൾ വേണം. ഈ പരക്കം പാച്ചിലാണ് നമ്മുടെ ജീവിതം മൊത്തം പോകുന്നതെന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ടെൻഷൻ ഏറ്റിയിട്ട് നമ്മൾ എന്താ മുന്നോട്ട് ഈ പരാക്രമത്തിൽ മുന്നോട്ട് നമ്മൾ പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഇല്ല. വരും കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വരും കാലത്ത് നമുക്ക് എന്താ പറ്റുന്നത്? നമ്മൾ ഇഷ്ടംപോലെ സമ്പാദിച്ചു കൂട്ടും. പക്ഷെ നമുക്ക് സമ്പാദിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് സമാധാനത്തോടും കൂടി ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നുണ്ടോ? വയസ്സിൽ എല്ലാ അസുഖങ്ങളും ഉണ്ട്. മുണ്ട് മുറുക്കി ഉടുത്തിട്ടായിരിക്കും നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. ആ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്ക് വയസ്സാവുന്ന സമയത്ത് ഒരു ഷുഗർ വന്നു, ഒരു പ്രഷർ വന്നു, ഒരു കൊളസ്ട്രോൾ വന്നു. വല്ലോ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടുണ്ടല്ലോ അത് വേണ്ട. നമ്മൾ കോടിക്കണക്കിന് സമ്പാദിച്ചെന്ന് വെച്ചോളൂ. നമുക്ക് ഭഗവാനോട് അല്ല പറയാൻ പറ്റുമോ? യമദേവനോട് പറയാൻ പറ്റുമോ? ഞാൻ ഈ സമ്പാദിച്ചതെല്ലാം യമദേവ നിനക്ക് തരാം, പക്ഷെ ഒരു ദിവസം എനിക്ക് ആയുസ് കൂട്ടി തരാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യമദേവൻ ചെയ്യുവോ? ഇല്ല. ഒരു സെക്കൻഡ് ചെയ്യുവോ? ഇല്ല. പിന്നെ ഈ പൈസ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത്? എന്തെങ്കിലും കാര്യമുണ്ടോ? ടെൻഷൻ എടുത്ത് നമ്മുടെ ഹെൽത്ത് മൊത്തം ഡൗൺ ആയി. ആ ഹെൽത്ത് ഡൗൺ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രീഹരിയെ ധ്യാനിച്ചുകൊള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ചെയ്യാതിരിക്കണമെന്ന് പറയുന്നില്ല, ആരും പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അമ്മയാണ്, മരുമകളാണ്, മകളാണ്, പെങ്ങളാണ്, അങ്ങനെ പല പല റോളുകളാണ് നമുക്കുള്ളത്. പക്ഷെ ആ റോളുകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ സ്വയമായിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസാക്ഷിയുണ്ട്.
ആ മനസ്സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ ഭഗവത്ഗീതയെ കണ്ടിട്ടുണ്ടല്ലേ, രണ്ടു പക്ഷികൾ. ഒരു പക്ഷി എന്താ, എല്ലാ ഫലങ്ങളും കട്ടാമിട്ട എല്ലാം അങ്ങ് കഴിക്കുക. പക്ഷെ അടുത്ത പക്ഷി എന്താ ചെയ്യുന്നത്, എല്ലാത്തിനും സാക്ഷിയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്യുന്നത്. ആ പക്ഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇല്ല. അല്ല, ആ പക്ഷിയുടെ നേർക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താവും, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും സഫലമാവും, സന്തോഷകരമാവും. ഈ ഇപ്പം ജീവിക്കുമ്പോഴേ നമ്മൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ മേളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ നമുക്ക് സന്തോഷം 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 മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ സന്തോഷമാവണം, പരലോകത്തിലും നമുക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗോപസ്ത്രീകളുടെ കൂട്ടാവണം. ഗോപസ്ത്രീകൾക്ക് എന്തായിരുന്നു, കണ്ണ 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 കണ്ണ. ഗോപന്മാർക്ക് അത് തന്നെയുള്ളായിരുന്നു, കണ്ണ 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 കണ്ണ. നോക്കൂ, വെറും ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞുകൊണ്ട് ഇന്ദ്രയാഗം മുടക്കിയിട്ടുണ്ടല്ലോ. എന്ത് ചെയ്തു അവര്, ഗോവർദ്ധന പൂജ ചെയ്തു. വെറും ഒരു കുഞ്ഞു പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കു പോലും. അരെ, ആ കുഞ്ഞിനെ അവരവിടെ എത്ര, അത് വെറും, അന്ന് ഭഗവാനാണെന്നൊന്നും അറിയില്ല, വെറും ഒരു ഗോപബാലൻ പറഞ്ഞത് അവരുടെ ഗോപന്മാര് എല്ലാ ആൾക്കാരും കേട്ടു എന്നുള്ളത്. ഇന്ദ്രന്റെ യാഗം മുടക്കിയിട്ട് അവർ ഗോവർദ്ധന യാഗം നടത്തി. ഇന്ദ്രന്റെ ഡ്യൂട്ടിയാണ് മഴ പെയ്യിക്കുക എന്നുള്ളത്. പക്ഷേ ഗോവർദ്ധനമാണ്, നമ്മൾ ഗോപാലന്മാരാണ്. നമ്മൾ ഗോപാലന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്, പശുവിന്റെ പുല്ലുണ്ട്, പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അരുവികളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്, ഗോവർദ്ധനത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ ഗോവർദ്ധനത്തിന്റെ പൂജയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനത്തിന്റെ പൂജ ചെയ്തു. അവർക്ക് എല്ലാം കണ്ണനേ ഉള്ളായിരുന്നു, എല്ലാം കണ്ണനേ ഉള്ളായിരുന്നു, എല്ലാം കണ്ണനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യണം, നിത്യം നാവേ ജപിക്കൂ. എന്ത് ജപിക്കണം, ജനിസഫലമതായി തീർത്തിയിടും കൃഷ്ണമന്ത്രം. നമ്മുടെ ജന്മ സഫലമാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണമന്ത്രം എപ്പോഴും നിത്യം നാവേ ജപിക്കൂ. കൃഷ്ണമന്ത്രം കൃഷ്ണമന്ത്രം കൃഷ്ണമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മളെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സഫലമാക്കി തരും. അതുകൊണ്ട് ഭഗവാനോട് താണു വീണ് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സഫലമാക്കി തരണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ, ഹരിവൂ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ